മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക്. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം സാദിഖ് അലി തങ്ങൾ എടുക്കും. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, തർക്കങ്ങൾ നിലനിൽക്കുന്ന ഇടത്തൊക്കെ ഒരു പരിഹാരത്തിലേക്ക് പോകുമോ ആദ്യഘട്ടത്തിൽ, അതോ ഒറ്റഘട്ടമായി തന്നെ പ്രഖ്യാപിക്കാനാണോ സാധ്യത? എന്താണ് കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുന്നത് ഷഹീദ്? പ്രതീക്ഷ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, അന്തിമ ചർച്ചയിലേക്ക് കടക്കുകയാണ്. അല്പസമയം മുമ്പാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ജനറൽ സെക്രട്ടറി PMA സലാം എന്നിവർ മൂന്നുപേരും ഒരു കൂടിക്കാഴ്ച നടത്തി വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. നേതാക്കന്മാർ രണ്ടുപേരും, കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും, തങ്ങളുടെ അഭിപ്രായം തങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇനി തങ്ങളാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ തന്നെ തുടരുമോ, മലപ്പുറത്തേക്ക് മാറുമോ ഉൾപ്പെടെയുള്ള കാര്യം, സിറ്റിംഗ് MLA-മാർക്ക് എത്ര പേർ മത്സരിക്കുമെന്നുള്ള കാര്യം, യുവാക്കൾക്ക് എത്ര പേർക്ക് പരിഗണന നൽകുമെന്നുള്ള കാര്യം, 3 ടേം പൂർത്തിയായ N ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ, മഞ്ഞളാംകുഴി അലി, PK ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സീറ്റ് ലഭിക്കുമോ, അവർക്ക് വീണ്ടും സീറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യം, ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കോഴിക്കോട് സൗത്തിൽ MK മുനീർ, കൊടുവള്ളി സിറ്റിംഗ് MLA MK മുനീർ കോഴിക്കോട് സൗത്തിലേക്ക് മാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മുനീർ മത്സരരംഗത്തുണ്ടാകുമോ ഇല്ലയോ എന്നറിയണം. കൊടുവള്ളി ഒരു തർക്ക വിഷയമായി നിൽക്കുകയാണ്. അവിടെ മുനീറിന് മാറുന്ന സ്ഥിതിയിൽ അവിടെ 2-3 പേരുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ ചില തർക്കങ്ങളുണ്ട്. ഇക്കാര്യത്തിലൊക്കെ എല്ലാം ഇനി അന്തിമമായൊരു തീരുമാനം തങ്ങളാണ് എടുക്കേണ്ടത്. KM ഷാജി കാസർഗോഡ് ഏറെക്കുറെ മത്സരിക്കും, അവിടെയായിരിക്കും സീറ്റ് എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൗതുകരമായ കാര്യം, മുൻകാലങ്ങളിലൊക്കെ നേതാക്കന്മാർ ഒരു ഇരുന്ന് ചർച്ച ചെയ്ത്, പ്രത്യേകിച്ചും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ചർച്ച ചെയ്ത് തയ്യാറാക്കുന്ന ലിസ്റ്റ് പാണക്കാട് തങ്ങൾ പ്രസിഡന്റ് അത് അംഗീകരിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമായി ഈ നേതാക്കന്മാരോടെല്ലാം അഭിപ്രായം സാദിഖ് അലി തങ്ങൾ കേൾക്കുകയാണ്. സാദിഖ് അലി തങ്ങളായിരിക്കും അന്തിമമായി തീരുമാനമെടുക്കുക. നമ്മൾ നേതാക്കന്മാരുമൊക്കെ ബന്ധപ്പെടുമ്പോൾ ആർക്കും കൃത്യമായ ഒരു ചിത്രം ഇപ്പോഴും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തീരുമാനം തങ്ങൾ എടുക്കുമെന്നുള്ളത്, അത് അക്ഷരാർത്ഥത്തിൽ ആ തീരുമാനം തങ്ങൾ എടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തങ്ങൾ സ്വന്തം നിലയിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ വോട്ട് വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അവിടെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതൊക്കെ ഘടകങ്ങൾ പരിശോധിക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ സ്വന്തം നിലയിൽ ചില പരിശോധനകളും പഠനങ്ങളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചായിരിക്കും അന്തിമമായ തീരുമാനം എടുക്കുക. അടുത്ത ദിവസം തന്നെ പ്രഖ്യാപനം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി, അത് ആ സംവിധാനം പ്രത്യേകിച്ചും MK മുനീർ, KPA മജീദ്, VT മുഹമ്മദ് ബഷീർ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുമായി ഒരു കൂടിക്കാഴ്ചയും കൂടി നടത്തി തങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒപ്പം തന്നെയാണ് കോൺഗ്രസുമായുള്ള സീറ്റ് കൈമാറ്റത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. അതായത് തിരുവമ്പാടി, കോങ്ങാട്, പുനലൂർ സീറ്റുകൾ നൽകാൻ, കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ്. പക്ഷെ പകരം സീറ്റ് കോൺഗ്രസ് നൽകാൻ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതിലും 2 ദിവസത്തിനകം അന്തിമ തീരുമാനം ഉണ്ടാകും. ഏതായാലും ലീഗിന്റെ കയ്യിലുള്ള സീറ്റുകളുടെ കാര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ സംബന്ധിച്ച അന്തിമ ചർച്ചകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ ഇനി തീരുമാനം പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. സുധീഷ്.